ഞാൻ നിന്നോട് വലിയ തെറ്റാ ചെയ്തത്. പിന്നീടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്തായാലും നീ എന്നോട് ക്ഷമിച്ചാലോ. സോറി. അയ്യോ, സാറിനോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അന്നേരത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും ഞാനാ സാറിനോട് തെറ്റിയത്. അതൊക്കെ പോട്ടാ. ആ സാഹചര്യത്തിൽ നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. സോറി കേട്ടോ. നീ വീട്ടിലോട്ടാണോ? ആ, വീട്ടിലേക്ക്. എന്നാ കയറിക്കോ, ഞാൻ ഇറക്കാം. അല്ല, ഞാൻ നടന്നോളാം, കുഴപ്പമില്ല. അതല്ലടാ, എന്റെ കാറൊന്ന് നോക്കണം. എന്റെ ചെറിയൊരു മിസ്സിങ്. അല്ല സാറേ, വീട്ടില് പെങ്ങളൊറ്റയ്ക്കാതെ. നീ നാളെ രാവിലെ ഒന്ന് പെടുന്നാ മതി. ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോ. വാ, കയറ്. നീ ഇറങ്ങ്. എന്താ സാർ? സാറേ, വണ്ടി. എന്തു വണ്ടി? നിന്റെ അടുത്ത് വന്നൊരു സോറി പറഞ്ഞപ്പോഴേക്കും ഞാൻ വലിയ പുണ്യാളനാണെന്ന് കരുതിയോടം. ഞാൻ നിന്നോട് മാപ്പ് പറയാനോ? ഈ SI രാജേന്ദ്രൻ നിന്നോട് മാപ്പ് പറയാനോ? ഞാൻ ഉറങ്ങിയിട്ട് കുറെ നാളായടാ. കണ്ണടച്ച അപ്പം നീ എന്നെ തല്ലിയത് എനിക്ക് ഓർമ്മ വരും. അന്ന് ഞാൻ നിന്നെ തിരിച്ചൊന്നും ചെയ്യാതിരുന്നത് നിന്റെ അച്ഛൻ ചത്തന്റെ വിഷമം കൊണ്ടൊന്നുമല്ല. നിന്നെപ്പോലൊരു വികലാംഗന നടുറോട്ടിലിട്ട് തല്ലിയ ചിലപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ മാങ്ങാത്തൊലു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചൊറിയാൻ വരും. അതുകൊണ്ടാണ് കഴിവറട മോനെ. എന്റെ നേരെ കൈപൊക്കി നിന്നെ വെറുതെ വിട്ടാ ഞാൻ വെറും ഉണ്ണാക്കനെ പോലടാ. ഈ വലത് കാലം ഉണ്ടല്ലടാ നീ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നേ. ഇന്ന് ആ കാലൂടെ ഞാൻ തല്ലി ഓടിക്കാൻ പോവാ. ഇത് ചെയ്ത് ഞാനാണെന്ന് ആരെങ്കിലും അറിഞ്ഞ വീട്ടിൽ ഒരു പെങ്ങള് മാത്രമല്ലേ ബാക്കിയുള്ളൂ. പച്ചയ്ക്ക് കത്തിക്ക് ഞാൻ. ഉള്ള
ഉള്ള കാലം കൂടി പോയോണ്ട് ഇനി എന്നെ ആരും ഒന്നരക്കാലാന്ന് വിളിക്കൂല ജോസേട്ടാ. പോടാവേ, ഇത് പെട്ടെന്ന് ശരിയാവൂലേ? എടി നിനക്ക് കോളേജിൽ പോക്കൂടെ? നീ എന്തിനു ക്ലാസ് കെട്ടിയത് ഇവിടെ നിക്കണേ? ആ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മോള് പൊയ്ക്കോ. ഇന്ന് ഞായറാഴ്ചയാണ് ആശാനെ. ഈ ആശാൻ എന്തിനും മണ്ടനാണ്? സീരിയൽ ഇല്ലാത്ത ദിവസം ഞായറാഴ്ചയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? കഷ്ടം. ഈ ബില്ലൊന്നും അടയ്ക്കണം. ഞായറാഴ്ച ഇല്ല. ഞാൻ എടുത്തോളാം. സുന്ദര വന്നേ. ആശാനെ ഇതെന്താണ്? രാജേന്ദ്രൻ ഇറങ്ങിയിട്ട് താഴെ എന്റെ പേര് വയ്ക്കുന്നിട്ട്. ചേടാ, നീ എന്താ തല്ല് കേസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒന്ന് കിടപ്പണെന്ന് പറഞ്ഞു? അതെ സാറേ, എന്നെ തല്ലിയതാ. ആര്? അറിയില്ല, അവര് കുറെ പേരുണ്ടായിരുന്നു. ആളുമാറി തല്ലിയാന്ന് തോന്നണേ. അവരെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല സാറേ. ഒരു കാര്യം ചെയ്, ഒരു പരാതി എഴുതി ഇവിടെ കൊടുക്ക, ഞങ്ങളത് അന്വേഷിക്കാം. എന്റെ പൊന്നു സാറേ, എനിക്കൊരു പരാതിയില്ല. ഇനി ഇതിന്റെ പുറകെ കിടക്കാൻ എനിക്ക് വയ്യ. അപ്പൊ നിനക്ക് പരാതിയൊന്നും ഇല്ലല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ നിനക്കുള്ള അപ്പൊ പിന്നെ പോലീസിന് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യങ്ങൾ നടക്കട്ടെ. പാടോ. ചെറുക്കം പേടിച്ചു പോയി സാറേ. എന്തിനാ പരാതി ഇല്ലെന്ന് പറഞ്ഞേ? എനിക്കുള്ള പരാതി ഞാൻ ദൈവത്തിനോട് തൊള്ളടാ. Rudra Naik. He is the most awful barbaric beastical person. ഉത്തരാഖണ്ഡിൽ നിന്ന് കർണാടക വഴി രക്ഷപ്പെട്ട ഇവർ നമ്മുടെ മലയോര ഗ്രാമങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടെ ഏത് തരത്തിലുള്ള ഓപ്പറേഷനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തപ്പെട്ട തീവ്രവാദികളാണിവർ. ആക്ച്വലി ദേ ആർ നോട്ട് മാവോയിസ്റ്റ്, ദേ ആർ ടെററിസ്റ്റ്. സോ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം. ഗോട്ട് ഇറ്റ്? ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരും. ഓ, അപ്പൊ സാമൂഹ്യ സേവന പ്രവർത്തനമൊക്കെ ഉണ്ടല്ലേ? അയ്യോ അതല്ല, ഇവിടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രൂട്ട് കിട്ടും. അതൊക്കെ വലിയ ഇഷ്ടാ. ഈ കൈക്കും കാലിലൊക്കെ എന്താ പറ്റിയേ? ഒന്നും പറയണ്ട എന്റെ ചങ്ങാതി. ഞാനേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ തല ചുറ്റിപ്പോ ഒരു മരക്കമ്പുമ്പോ കയറി പിടിച്ചു. ദേ മരക്കമ്പും ഞാനും കൂടി ഒടിഞ്ഞ് താഴ്ത്തിക്കാൻ വീണു. ഒരു കൊമ്പടിഞ്ഞ് അങ്ങനെയൊക്കെ പറ്റുമോ? അതൊരു പാർട്ടിയുടെ കൊടിയായിരുന്നു. അവരുടെ കൊടി ഒടിച്ചു തോന്നിട്ട് അവര് പാർട്ടിക്കാരെ എന്നെ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറി. വയറോടിക്കണവൻ എന്റെ കാലൊടിച്ചു, പപ്പടപട പൊടിക്കണവൻ എന്റെ കയ്യാ പൊടിച്ചു. പിന്നെ എന്താ സന്തോഷിച്ചാല് അതിന്റെ പേരിൽ ഇന്ന് എന്റെ നാട്ടിൽ ഹർത്താലാ. അതിൽ കൂടാൻ പറ്റില്ലോ എന്നുള്ള വിഷമം. ഭാഗ്യം രക്തസാക്ഷിയാക്കിയില്ലല്ലോ. ഭയങ്കര കഷ്ടായിപ്പോ നിങ്ങളെ കാര്യം. ഇപ്പൊ ഇത് ശരിയാവണ 5-8 മാസം എടുക്കൂലേ? ഒരു ഓറഞ്ച് തരുമോ? ഇതിനു വേണ്ടിട്ട് നീ എന്റെ സെന്റി കഥയൊക്കെ കേട്ടിരുന്നേ? അല്ല, ഹോസ്പിറ്റൽ സീനാകുമ്പോ ഓറഞ്ച് മസ്റ്റ് ആണല്ലോ. അത് മുഴുവൻ കൊണ്ടേ തിന്നണ വേണ്ടേ? ഓക്കെ. ഇവന്നിട്ട് കൂട്ടുകാരനാ? നിനക്ക് അങ്ങനെ തന്നെ വേണം. അളിയ എന്ത് ചെയ്യാൻ അളിയ? ഒക്കെ എണ്ണം കെട്ട സ്വഭാവമായി പോയി. നിങ്ങൾ ഇപ്രാവശ്യം കൂടി ക്ഷമിക്ക്. പ്ലീസ് അളിയ. ശരി, ഞാൻ വിളിക്കാം.